മേക്കാടൻ, അടുത്ത ഊഴം കർത്തയുടെ. ഇത് അവൻ തന്നെയായിരിക്കും ചെയ്തത്, ആ കാവ്യ വേഷക്കാരൻ. മേക്കാടൻ, എനിക്ക് അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഡീറ്റെയിൽസ് കിട്ടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ദിശ എന്ന പേരിലൊരു സംഘടനയുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്രൈമുകളുടെയും ക്രിമിനൽസിന്റെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. നമുക്ക് അവിടെ അന്വേഷിക്കാം. കാവ്യക്കാരനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് പ്ലാനാ അപ്പൻ സാറിന്റെ മനസ്സിൽ? ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം, മാർഗമല്ല. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാ മതി അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും ഫലമില്ല. കമ്പ്യൂട്ടറിൽ ഈ എലിയെ കുറിച്ചുള്ള വിവരങ്ങളില്ല. ഇനി ചായ കുടിച്ചിട്ടാവാം. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇന്ന് ചായ? ആണെന്ന് കൂട്ടിക്കോ. ഇതൊരു വീട് മാത്രമല്ല, ഓഫീസും ഹോസ്റ്റലും കൂടിയാ. ആരൊക്കെ വരുന്നു പോകുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാറില്ല. അങ്ങനെ വരുമ്പോ അറിയാലോ, ഗസ്റ്റിനെ അവരർഹിക്കുന്ന വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ദാസനല്ലേ ഇത്? ഇവന്റെ പടം എന്താ ഇവിടെ? മമ്മയ്ക്ക് അറിയോ ഇയാളെ? പിന്നെ അറിയില്ലേ, ദാസൻ. പണ്ട് ഞാൻ സ്വത്തവകാശ തർക്കവുമായി ചർച്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. അത് എഴുതിയത് ഇവനായിരുന്നു. പിന്നീട് ഒരിക്കൽ എന്നെ കാണാനും വന്നു. അന്ന് ഇവന് പ്രായം നന്നേ കുറവാ. പക്ഷെ മനസ്സുകൊണ്ട് ഇവൻ നമ്മുടെ ഗണേശിനെക്കാളും 100 ഇരട്ടി അഗ്രസീവായിരുന്നു. പിന്നീട് അറിഞ്ഞു, ആയുധം എടുത്ത് നാട് നന്നാക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഇവനും ചേർന്നു. മലബാറിൽ നടന്ന പല സ്റ്റേഷൻ ആക്രമണങ്ങളിലും പോലീസ് തെരയുന്ന പ്രതികളുടെ ലിസ്റ്റിൽ ഇവന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാവി, അന്നത്തെ വിപ്ലവകാരികളിൽ പലരും ഇന്ന് ആത്മീയവാദികളാ. ഇവന്റെ സ്ഥലം അത് ഓർമ്മയുണ്ടോ? സ്ഥലം വയനാട് ഭാഗത്ത് എവിടെയോ ആണ്. ഓക്കെ മതി, ബാക്കി കണ്ടുപിടിച്ചോളാം. കമോൺ. എന്റെ പൊന്നു സാറുമാരെ, അവനെ കുറിച്ച് ഒരു വിവരം എനിക്കറിയില്ല. എന്റെ അനിയനാണേലും ഉള്ളത് പറയാലോ. കുരുത്തം കെട്ടവനാ. ദാസൻ എന്നല്ലേ അവന്റെ പേര്? അത് പണ്ട്. ഇപ്പൊ ദുർഗാദാസനാ. ദുർഗാദാസൻ സ്വാമി. ഒരിക്കൽ കൽക്കട്ടെ പോയിരുന്നു തലവെട്ടികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനേ. അവിടുന്ന് വന്നതിന് ശേഷം സ്വാമിയായത്. എന്നാലും എല്ലാരും കൊല്ലണമെന്നുള്ള വിചാരം ഇപ്പോഴും മനസ്സ് മുഴുവനും. തലയ്ക്ക് സുഖമില്ലാണ്ടായി പോയോന്നാ എന്റെ സംശയം. അത് ഭർത്താവാ, സാധുവാ. അയ്യോ, ഞാൻ സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ എടുക്കാം. ശരി, അങ്ങോട്ട് പോ. I think she is സാറേ, എന്റെ അളിയന്റെ അവളുടെ ആങ്ങളയുടെ അവന്റെ താമസം എവിടാന്ന് എനിക്കറിയാം. അങ്ങ് കാട്ടിനുള്ളിലാ. കാട്ടിനുള്ളിലെന്ന് വെച്ചാ ഏറെ കുറെ കാട്ടിനുള്ളിലേക്ക് പോണം. നടുക്കായിട്ട് വരും. പോയി.
മുന്നോട്ട് വന്നാൽ ഞാൻ ഇയാളെ കൊല്ലും. Hey, no! You be here. I'll handle this. ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവിടെ കയറരുത്. കേറിയാൽ ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന. നീയല്ലേ ഇവരെ 3 പേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ. കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങനെ വേണം എന്നെ അഭിസംബോധന. അങ്ങ് ആട്ടിച്ചതിന്റെ ദേക്കാടൻ, വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ. അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം. അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ 3 പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും. 14 നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു ഓഫീസർ.
യാത്ര പോകാൻ ഒരുങ്ങിക്കോളൂ. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? കരുണ, കരുണ, കരുണ. എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ, അവർ ഇനിയും വരും. കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളുടെ മകടുകൾക്ക് മേൽ നിറയും. തകരുമെല്ലാം തകർക്കും. മേക്കാടാ, യെസ്, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്കാട്രിസ്റ്റിനോ മറ്റോ വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്. ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം, അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നും ഒന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നത് വരെ. ദുർഗാദാസന്റെ അറസ്റ്റിന് കാരണക്കാരി സൂസന്റെ മമ്മയാണ്. മമ്മ അവന്റെ ചിത്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ്. അപ്പന് ആരൊക്കെയുണ്ട് വൈകിയെ കൂടാതെ? വൈകെ കൂടാതെ വൈക മാത്രം. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ തമിഴ്നാട് പോലീസിലായിരുന്നു. ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലീസ്. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോ മരിച്ചു. വൈക തമിഴാ? തമിഴ്. അച്ഛൻ തമിഴ്, അമ്മ പാലക്കാട്. അതുകൊണ്ട് വൈകയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. വൈക, നല്ല പേര് അല്ലേ മമ്മ? അതെ, മധുരയിൽ ഒഴുകുന്ന ഒരു നദിയുടെ പേരാ. നദി വറ്റ് വരണ്ട് കിടക്കുക. പക്ഷെ എന്റെ വൈക അങ്ങനല്ല, നിറഞ്ഞൊഴുകുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്.